ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് അമ്മ വീട്ടിൽ തന്നെ ഉണ്ട്, എൻ്റെ വീട്ടിൽ. അപ്പം ഇത് 2 ദിവസത്തെ ഡിന്നർ വ്ളോഗാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ ചപ്പാത്തിയും എഗ് ബുർജിയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ എടുക്കാത്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ ഡിന്നർ ഞാൻ പൂരി ആൻഡ് പൊട്ടാറ്റോ കറി ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. റെസിപ്പി ആയിട്ടൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല, ബിക്കോസ് ഇതൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും തന്നെ ഇല്ല. ഞാനും ഇത് ഫസ്റ്റ് ടൈം ഒന്നും ഉണ്ടാക്കിയല്ല. അപ്പോൾ നമ്മൾ നോർമലി ഇതിൻ്റേത് കുറച്ച് കട്ടിക്കാണല്ലോ മാവ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. ആ ഒരു ചപ്പാത്തീൻ്റെ ഡൗവ് ഈ പാത്രത്തിലാണ് ഞാൻ കുഴച്ചത്. പിന്നെ ഇതാ പൊട്ടാറ്റോ കറി പൂരിക്കുള്ള, നമുക്ക് എല്ലാവർക്കും ഇതാണ് പൂരി എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കറിയാണ് നമ്മുടെ എല്ലാവരുടെ കണ്ണിൽ നിൽക്കുന്ന മഞ്ഞക്കറി. ഒരു പൊട്ടാറ്റോ ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു കറി. അപ്പോൾ കാണുമ്പോൾ കുറച്ചൊരു വാട്ടറി ആയിട്ടിരിക്കും, പക്ഷേ അത് കുറച്ചൊന്ന് കട്ടിയായിരിക്കും. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാം പരത്തിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എണ്ണ ഒന്നും ഞാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സോ അങ്ങനെ കറി റെഡി. പൂരി ഒന്ന് ചുട്ടാൽ മാത്രം മതി. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാത്രം എടുത്ത് വെച്ച് ചുട്ട് വയ്ക്കാനുള്ള പാത്രം, എടുക്കാനുള്ള സ്പൂണ് ഒക്കെ ഞാനെടുത്ത് റെഡിയാക്കി വെച്ചു. അങ്ങനെ എണ്ണ ചൂടായതും ഒന്നൊന്നായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യത്തെ പൂരി അങ്ങനെ പെർഫെക്റ്റായിട്ട് വരില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വന്നു. എന്തോ ഒരു സയൻസാണ് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്. ഈ ചപ്പാത്തി ആയിരുന്നാലും ശരി, പൂരി ആയിരുന്നാലും. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നല്ലപോലെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റുന്നു. നല്ലപോലെ ഒന്ന് പോപ്പപ്പായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ബലൂൺ സൈസിൽ പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ള മൂന്നാമത്തെ നാലാമത്തെ പൂരിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ക്രിസ്പിയും സോഫ്റ്റ്നെസ്സും ആയിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുള്ള പൂരീസായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നൊന്നായിട്ടിങ്ങനെ ചൂടോടെ എടുത്ത് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുകയായിരുന്നു. നമ്മൾ പാത്രത്തിലോട്ട് ഇടുമ്പോഴും തന്നെ അതേ പെർഫെക്ഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ആക്ച്വലി വേണ്ടത്. പൂരി ഉണ്ടാക്കുമ്പോൾ ആക്ച്വലി ഇതാണ് വേണ്ടത്. സോ ഞാനെപ്പോഴും ഉണ്ടാക്കുമ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടാറുണ്ട്. അങ്ങനെ അതുണ്ടാക്കി. പിന്നെ അമ്മയ്ക്കും മോൾക്കും ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്ലേറ്റിലാണ് രണ്ടുപേർക്കും കൂടെ സെർവ് ചെയ്തത്. പക്ഷേ കൊടുത്തതിന് ശേഷം 2 പ്ലേറ്റിൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ടി വിയും കണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഡിന്നറാണിത്. സോ ഡിന്നർ കഴിക്കാനായിട്ട് രണ്ടുപേരും ടി വിയും കണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ മോൾക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്ത് ഒന്നിടണം എന്ന്. ഈ റീൽസൊക്കെ കണ്ടിട്ടുള്ള പുതിയ ഇതാണ് കേട്ടോ അവൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കഴിക്ക് എന്നുള്ളത്. അപ്പോൾ നല്ല ചൂടായിരുന്നു, നല്ല ചൂട് കറിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയ്ക്ക് ഡിന്നറൊക്കെ കൊടുത്തു. പിന്നെ ചേട്ടനും കൊടുത്തു. അങ്ങനൊരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയിൽ കാണും വരയ്ക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.